الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. قال أولو جئتكم بأهدى مما وجدتم عليه آباءكم قالوا إنا بما أرسلتم به كافرون. فانتقمنا منهم فانظر كيف كان عاقبة المكذبين. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ഉത്തമരായ മനുഷ്യരായി, അതിൽ നിന്നും മുസ്ലിങ്ങളായും, പ്രത്യേകിച്ച് അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈറു ഉമ്മത്തായും അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തത് അള്ളാഹു നമ്മോട് ചെയ്ത വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ചു പോയ ഉന്നതമായ ഒരു സമുദായമാണ് നാം. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സമ്പാദിക്കാനുള്ള മഹാഭാഗ്യമാണ്. രാവിലെ മുതൽ ഉച്ച വരെയും, ഉച്ച മുതൽ അസർ വരെയും, അസർ മുതൽ മഗ്രിബ് വരെയും കൂലിക്ക് വിളിച്ച ആളുകളോടാണ് നമ്മെ ഉപമിച്ചിട്ടുള്ളത്. ഒരു കൂട്ടർ യഹൂദർ, ഒരു കൂട്ടർ ക്രൈസ്തവർ, അടുത്ത കൂട്ടർ നാമാണ് കുറഞ്ഞ സമയം, അഥവാ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത്, കുറഞ്ഞ സമയത്ത് പണിയെടുത്ത് മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ഇരട്ടിക്കിരട്ടി പ്രതിഫലം ലഭിക്കുന്ന സമുദായം.
അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നാം കൃത്യമായി അറിയുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ നാം ജീവിക്കുകയും വേണം. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മെ എങ്ങനെയാണോ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് അതിനുള്ള ഒരേ ഒരു വഴി. അഥവാ അവൻ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി കാണിക്കാനുള്ള ഒരു മാർഗം അത് മാത്രമേ ഉള്ളൂ. അതിലേക്കൊന്നും കടത്തിക്കൂട്ടാതെയും അതിൽ നിന്നും ഒന്നും എടുത്തു മാറ്റാതെയും സമ്പൂർണമായി തൃപ്തിയായി നമുക്ക് നൽകിയ ആ ദീനിനെ, നിയമങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എടുത്തു മാറ്റിയാൽ പകരമായി കയറി വരുന്നത് ഒന്നിരിക്കൽ കുഫറോ അല്ലെങ്കിൽ ശിർക്കോ അല്ലെങ്കിൽ ബിദ്അത്തോ ആയിരിക്കും. അതിന് വ്യക്തമായ നാമൊക്കെ ജീവിച്ചിരിക്കുമ്പോഴുള്ള തെളിവാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ സമുദായത്തിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾ ചെയ്തു കൂട്ടിയ കോപ്രായങ്ങളും ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും. ബിദ്അത്ത് മനുഷ്യനെ കുഫറിലേക്ക് ആനയിക്കും എന്ന് പറഞ്ഞതിൻ്റെ നേർക്കാഴ്ചയാണ് നാം ഒക്കെ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ സമർപ്പിക്കാവൂ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രമേ അള്ളാഹുവിൻ്റെ ദീനിനെ സമർപ്പിക്കാവൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ലാത്ത വേറെ ഒന്ന് ആര് വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവനിൽ നിന്നും അത് സ്വീകരിക്കില്ലെന്നും വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, നാളത്തെ പാരത്രിക ലോകത്ത് അവർ നഷ്ടപ്പെട്ടവരായിരിക്കും എന്നും അള്ളാഹു പറഞ്ഞ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബിദ്അത്തുകളിലൂടെയും ഖുറാഫാത്തുകളിലൂടെയും ഒക്കെ ഈ സമുദായത്തിൻ്റെ പണ്ഡിത പാമരന്മാർ അടക്കം ചെയ്തപ്പോൾ വിഗ്രഹങ്ങൾക്ക് സുജൂദും റുക്കൂഉം സലൂട്ടും വിനയവും താഴ്മയും ഒക്കെ അർപ്പിക്കുന്ന കാഴ്ചകൾ നാം കണ്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉത്തമമായ ദിവസത്തിൽ. നിർദ്ദേശിക്കപ്പെടാത്തതും പഠിപ്പിക്കപ്പെടാത്തതും ആര് ചെയ്താലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പരിണിതി പിന്നീടുണ്ടാവുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹ ആരാധകരാക്കരുതേ, അതിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണം തമ്പുരാനെ, അതിൽ നിന്നും നീ ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥന ഒന്നും അറിയാതെയല്ല. മനുഷ്യർ ശിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത് അവൻ്റെ കാലാകാലത്തെ ജീവിതത്തെ നശിപ്പിക്കുന്നതും നരകത്തിൻ്റെ ഇരയായി തീരുന്നതിനുള്ള കാരണവുമാണ്. ഗണേശ ഉത്സവവും അതിൻ്റെ പരിപാടികളും വിഗ്രഹങ്ങളും അതിൻ്റെ പരിപാടികളുമെല്ലാം എന്തിൻ്റെ പേരിൽ നാം അനുകൂലിച്ചാലും ചെയ്താലും സല്യൂട്ടടിച്ചാലും അതിനൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് ആ സദസ്സുകളിൽ നിന്ന് അതിനൊക്കെ പിന്തുണയർപ്പിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊന്നും സ്വീകാര്യയോഗ്യമേ അല്ല. കാരണം അതിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് സ്വഹാബികളിൽ നിന്നും അറിയാതെ വന്നപ്പോൾ പോലും കൃത്യമായി അതിനെ തിരുത്തുകയും ഗൗരവപൂർവം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രവാചകനും ശേഷം വന്ന സ്വഹാബികളും എല്ലാം. പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞും ദുനിയാവിനോടുള്ള സ്നേഹവും സമ്പത്തിനോടുള്ള അത്യാർത്തിയും കൊണ്ടും സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ പക്ഷേ ഇവകൾക്കൊന്നും വലിയ പരിഗണന കൊടുക്കുന്നില്ല
അവരിലേക്ക് ഒരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഉച്ചരിച്ചാൽ പിന്നീട് അവരുടെ ധാരണ ശിർക്ക് പിന്നെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നതാണ്. താൻ ചെയ്യുന്നതൊന്നും ബിദ്അത്തുകളോ അല്ലെങ്കിൽ ശിർക്കോ അല്ലെങ്കിൽ കുഫറോ ആകുന്നില്ല എന്നതാണ് അവരുടെ ധാരണയും വാദവും സംസാരവും പ്രസംഗങ്ങളുമെല്ലാം. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. മരണം വരെയും ഈ ദീനിൻ്റെ വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും നബിമാർ നമ്മെ പഠിപ്പിച്ചതുപോലെ തന്നെ നിർവഹിക്കുക എന്നത് കൃത്യമായ വിശ്വാസവും ധാരണയും ഇല്ലാത്ത ആളുകൾക്ക് വളരെ പ്രയാസമാണ്. സ്വഹാബികളിൽ നിന്നും പല സന്ദർഭങ്ങളിലും ഇതിനെതിരിലായി ചില സ്ഖലിതങ്ങൾ സംഭവിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി തിരുത്തി. ഹുനൈൻ യുദ്ധം, മക്കയിൽ നിന്നും ഹുനൈൻ താഴ്വരയിലേക്ക് അവർ സഞ്ചരിക്കുമ്പോൾ അബൂ വാഖിദുൽ ലൈസി എന്ന പുതുതായി ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബി പറയുന്നു, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, പ്രവാചകരെ, മുശ്രിക്കുകൾ യുദ്ധത്തിന് പോകുമ്പോഴും മറ്റു കാര്യങ്ങൾക്കെല്ലാം അവർ ശ്രമിക്കുമ്പോഴും അവർക്ക് ബറക്കത്തിനു വേണ്ടി അഥവാ അവരുടെ യുദ്ധം വിജയിക്കുന്നതിന് വേണ്ടി അവരുടെ കാര്യങ്ങളിൽ ഉന്നതി ലഭിക്കുന്നതിന് വേണ്ടി ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ഒരു സിദ്റത്ത് ഉണ്ടായിരുന്നു, ഒരു മുള്ളുവൃക്ഷം. റാത്തു അൻവാത്ത് എന്നാണ് അതിന് അവർ പേര് വച്ചിരുന്നത്. അതേപോലെയുള്ള ഒരു ബറക്കത്തെടുക്കാനുള്ള ഒരു മരം ഞങ്ങൾക്കും തങ്ങൾ നിശ്ചയിച്ച് തന്നാൽ നന്നായിരുന്നു എന്ന് അടുത്ത ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികൾ ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ബനു ഇസ്രായേൽ ആവശ്യപ്പെട്ട അതേ ആവശ്യമാണല്ലോ നിങ്ങളും ആവശ്യപ്പെടുന്നത്. ബനു ഇസ്രായേലികൾ എന്താണ് ആവശ്യപ്പെട്ടത്? കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ആവശ്യപ്പെട്ടു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ പ്രതിഷ്ഠകളും പ്രതിമകളും ദൈവശക്തികൾ ആണ് എന്നവർ ധരിച്ചുകൊണ്ട് അവർ ജൽപ്പിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ പോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നീ നിശ്ചയിച്ച് താ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്രായേലികൾ ആവശ്യപ്പെട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുത്ത മറുപടി, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, ഇത്ര വിവരമില്ലാത്ത വിഡ്ഢികളാണോ ഹംക്കുകളാണോ നിങ്ങൾ എന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഇങ്ങനെ ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബറക്കത്തെടുക്കാൻ ഹുനൈൻ യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കും ബറക്കത്തെടുക്കാൻ, ഞങ്ങൾ ആ യുദ്ധത്തിൽ വിജയിക്കാൻ ഞങ്ങളുടെ വാളുകളും അമ്പുകളും വില്ലുകളും ഒക്കെ അതിലൊന്ന് തൂക്കി അതിലൊന്ന് തൊട്ട് തലോടി ബറക്കത്തെടുത്തുകൊണ്ട് ഞങ്ങൾ പോയാൽ ഞങ്ങൾ വിജയിക്കും, അങ്ങനെ ഒന്ന് നിശ്ചയിച്ച് തരാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വാക്കാ. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടതുപോലെ ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ചു താ എന്ന അതേപോലെ തന്നെയാണല്ലോ നിങ്ങളും ആവശ്യപ്പെടുന്നത്. ഇവരാവശ്യപ്പെട്ടതെന്നാൽ ബറക്കത്തെടുക്കൽ മാത്രം. ചില ആളുകൾ ഖബറിങ്ങ ചെന്ന് ബറക്കത്തെടുക്കും, ചില ആളുകൾ കല്ലിങ്ങൽ ചെന്ന് ബറക്കത്തെടുക്കും, ചില ആളുകൾ ബിൽഡിങ്ങുകളിൽ ചെന്ന് ബറക്കത്തെടുക്കും, ചില ആളുകൾ ഇരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ബറക്കത്ത്, ഇങ്ങനെ പല സൈസ് ബറക്കത്ത് എടുക്കലുമുണ്ടല്ലോ ബിദ്അത്തിൻ്റെയും ഷിർക്കിൻ്റെയും ഒക്കെ വാഹകർ. ഇതേ ഒരു ബറക്കത്താണ് അവരാവശ്യപ്പെട്ടത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു ഇലാഹിനെ നിശ്ചയിച്ച് തരാൻ ആവശ്യപ്പെട്ട അതേ വാക്ക് തന്നെയാണല്ലോ നിങ്ങൾ എന്നോട് പറയുന്നത് എന്ന വളരെ ഗുരുതരവും ഗൗരവവുമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്തത് അവർ പല സന്ദർഭങ്ങളിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തപ്പോൾ വളരെ ഗൗരവപൂർവ്വം തിരുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഒരു സഹാബി ഉളുഹിയ അറുത്തത് നിസ്കാരത്തിനു മുമ്പാണ്.
പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറഞ്ഞു, നബി ഞാൻ ഒരാടിനെ അറുത്തു ഉളുഹിയ. നബി പറഞ്ഞു, അത് ഉളുഹിയല്ല, ഷാത്തുക്ക ഷാത്തു ലഹം, നീ അറുത്തത് ഒരാട്ടിറച്ചിയാണ്, ഒരാടിനെ അറുത്ത, അത് ഉളുഹിയായി പരിഗണിക്കുകയില്ല. ഉളുഹിയ ആവണമെങ്കിൽ നിസ്കാരത്തിന് ശേഷമായിരിക്കണം. അദ്ദേഹം ബിസ്മില്ല പറഞ്ഞാണ് അറുത്തത്. സുന്നത്തായ നിലയിലും ഫർദായ നിലയിലും ഒക്കെ അതിൻ്റെ വിധികളെല്ലാം വീടി അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ അറുത്ത മൃഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ഉളുഹിയ അല്ല എന്നാണ്. കഴിക്കാം, പക്ഷെ അത് ഉളുഹിയായി പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഉളുഹിയയ്ക്ക് നിശ്ചയിച്ച സമയം, ആ സമയത്ത് നിർവഹിച്ചെങ്കിലേ അത് ഉളുഹിയായി പരിഗണിക്കും. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഇതൊന്നും അറിയാത്തവരല്ല ഈ എല്ലാവിധത്തിലുള്ള പേക്കൂത്തുകൾക്കും അത് ചെന്ന് ശിർക്കിലേക്കും ഒക്കെ ചെന്ന് ചാടുന്നതിനുള്ള വഴിവെട്ടി തുറക്കുന്നവർ. ഇബ്ലീസ് അവരെ സമൂലം ആവരണം ചെയ്തിരിക്കുകയാണ്. ഒരിക്കൽ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്ലീസ് ഒരിക്കൽ പറഞ്ഞു, അഹ്ലക്തുഹും ബിദ്ദുനൂബി, മനുഷ്യരെ ഞാൻ നശിപ്പിച്ചു. എങ്ങനെ? പാപങ്ങൾ ചെയ്യാൻ പ്രേരണ നൽകി പാപങ്ങൾ ചെയ്യിപ്പിക്കൽ കൊണ്ട്. പക്ഷെ ഫഹലക്കൂനി ബിൽ ഇസ്തിഗ്ഫാർ, അവരെനിക്ക് തിരിച്ചടിച്ചു. അവരെന്നെ കൈകാര്യം ചെയ്തത് എങ്ങനെയാ? ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. പാപമോചനം റബ്ബിനോട് ആവശ്യപ്പെട്ട് താണുകേണ് പറഞ്ഞപ്പോൾ ഞാൻ അവശതയായി. അവരെന്നെ ഇസ്തിഗ്ഫാർ കൊണ്ട് നശിപ്പിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി എന്ത് പ്ലാനുണ്ട് ഇവരെ മറികടക്കാൻ. മദ്യപാനവും പലിശയും മറ്റ് കാര്യങ്ങളും ഒന്നും ഇവരോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശിർക്കോ അല്ലെങ്കിൽ മറ്റു കുഫറിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളുകയില്ല. മുസ്ലിങ്ങൾ, ഇസ്ലാമിനെ അംഗീകരിക്കുന്നവർ, ഇവരെ നശിപ്പിക്കാൻ എന്താണൊരു വഴി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബ്ലീസ് തന്നെ പറഞ്ഞതായി റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലമ്മ റഅയ്തു ദാലിക്, അങ്ങനെ ഞാൻ അതിനെപ്പറ്റി വളരെ ഗൗരവമായി കുലങ്കഷമായി ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്. അഹ്ലക്തുഹും ബിൽ അഹ്വാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം ചെയ്യിപ്പിക്കൽ കൊണ്ട് അവരെ ഞാൻ നശിപ്പിച്ചു. പിന്നീട് അവർ തൗബ ചെയ്യുകയില്ലല്ലോ. അവർ ചെയ്യുന്നത് പുണ്യമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്, നന്മയാണ് എന്നാണ് അവർ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തൗബയുടെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ, താബിഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, വ്യഭിചാരത്തേക്കാൾ മദ്യപാനത്തേക്കാൾ എല്ലാം ഗൗരവമാണ് ബിദ്അത്ത്. അവൻ തൗബ ചെയ്തേക്കാം, ഇവൻ തൗബ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ത്? ഇതൊരു തിന്മയായി ഇവൻ മനസ്സിലാക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അവർ ഉംറ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഹുദൈബിയയിലെത്തി, മദീനയിലേക്കുള്ള വഴി. സുബഹി നിസ്കരിച്ചു. കൂടെയുണ്ടായിരുന്ന സഹാബി പറയുന്നു, അന്ന് അദ്ദേഹം സുബഹിക്ക് ഓതിയത് അലം തറ കൈഫയും ലീലാഫിയ, ചെറിയ സൂറത്തുകൾ ഓതി സുബഹി നിസ്കരിച്ചു. സലാം വീട്ട് നോക്കുമ്പോൾ പുറകിലുണ്ടായിരുന്ന മഅ്മൂമുകളായ കുറേ ആളുകൾ, അഥവാ സ്വഹാബികൾ തന്നെ, അവർ ഒരു പ്രദേശത്തേക്ക് സ്പീഡിൽ പോയി അവരവിടെ നിസ്കരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അതെന്താ? പുതിയ ഒരു പരിപാടിയും പുതിയ ഒരു നിസ്കാരവും. സുബഹിക്ക് ശേഷം പിന്നീട് അങ്ങനെ ഒരു സുന്നത്തില്ലല്ലോ. അസറിന് സുബഹിക്ക് ശേഷം സുന്നത്തില്ല, ദിക്റിൻ്റെ സമയമാണ്. വസബ്ബിഹ് ബിൽ അശിയ്യി വൽ ഇബ്കാർ, സുബഹി പ്രഭാതത്തിലും വൈകിട്ടും, അസറിന് ശേഷവും സുബഹിക്ക് ശേഷവും തസ്ബീഹാത്തുകളും തഹ്ലീലുകളും ഒക്കെ കൊണ്ടാണ് ധന്യമാക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അതിന് കൂടെയുണ്ടായിരുന്ന ചില സഹാബികൾ കൊടുത്ത മറുപടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹുദൈബിയയിൽ വന്ന് സന്ധി സംഭാഷണം നടത്തി ഒരു സംഭവം. അന്ന് അവർ സന്ധി സംഭാഷണം നടത്തിയ ഒരു വൃക്ഷം, ഒരു മരം അവിടെയുണ്ട്. അള്ളാഹു സൂറത്തുൽ ഫതഹിൻ്റെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി അത് പറയുന്നു. ഫതഹ് 18, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് തങ്ങളോട് ബൈഅത്ത് ചെയ്ത ആ മനുഷ്യരായ ഉന്നതരായ ആ സ്വഹാബികളെ, ആ വിശ്വാസികളെ ഞാൻ ഇത് അതൃപ്തിപ്പെട്ടിരിക്കുന്നു. അതൊരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചാണ്.
അപ്പം അതൊരു ബറക്കത്തുള്ള മരമാണ്. നബിയും സഹാബത്തും അത് കൂടിയ സമ്മേളിച്ച ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ സ്ഥലമാണ്. അപ്പം അവിടെ പോയി ഒരു 2 റക്അത്ത് നിസ്കരിക്കാം എന്നുള്ള നെയ്യത്തിലാണ് അവർ പോയത്. ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവത്തോടു കൂടി മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആ വൃക്ഷത്തെ മുറിച്ച് കളയാനും പിഴുതെടുത്ത് കളയാനും കൽപ്പിക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, അവർ ചെയ്തത് നമ്മുടെ ദൃഷ്ടിയിൽ വലിയ തെറ്റാണോ? നിസ്കാരമാണ് അവർ ചെയ്തത്. 100ഉം 200ഉം ഒക്കെ പ്രാവശ്യം തസ്ബീഹ് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. റസൂൽ എന്താണ് പഠിപ്പിച്ചത് അത്രേ ഉള്ളൂ. അതിലും വലിയ പുണ്യവാളനാകാനൊന്നും ഒരാളും നോക്കേണ്ടതില്ല. ഫമൻ റഹിബ അൻ സുന്നത്തി വലൈസ മിന്നി, അവൻ എണ്ണിപ്പെട്ടവനല്ല. ഇവർക്ക് ഇതെല്ലാം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ദുനിയാവിനോടുള്ള സ്നേഹവും അത്യാർത്തിയും സമ്പത്തിനോടുള്ള അടങ്ങാത്ത മോഹവും, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിങ്ങനെ നീളം വച്ചുകൊണ്ടിരിക്കുന്നു എന്ന പച്ച കള്ളം പറഞ്ഞ് ഖൗമിനെ പറ്റിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അയിമ്മത്തുകളും താബിഈങ്ങളും എല്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് ദീനിൻ്റെ ഓരോ നിയമങ്ങളും അവർ മനസ്സിലാക്കിയത്. കാരണം അങ്ങനെയാണ് അവർക്ക് സ്വഹാബികളിൽ നിന്നും അത് കിട്ടിയത്. സ്വഹാബികൾക്ക് നബിയിൽ നിന്നും. ഉറങ്ങാൻ നേരത്ത് ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ചൊല്ലിപ്പടിച്ച പ്രാർത്ഥനയിൽ ഒരു കെലിമത്ത്, ഒരു വാക്ക് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ പിഴവ് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ലാ, അങ്ങനെ പറയരുത്, നബിയിക്ക എന്ന് തന്നെ പറയാവൂ, റസൂലിക്ക അവിടെ പറയരുത് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊന്നും നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പാപമോ തെറ്റോ അല്ല. പക്ഷേ ഇസ്ലാമിൻ്റെ കണ്ണാടിയിൽ അതെല്ലാം ഗൗരവമുള്ളതാണ്. അടുത്തിരുന്ന് തുമ്മിയ വ്യക്തി അള്ളാഹുവിനെ സ്തുതിച്ച് റസൂലിൻ്റെ പേരിൽ സ്വലാത്തു പറഞ്ഞു, അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. കേട്ടിരുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ ഞങ്ങളെ റസൂൽ പഠിപ്പിച്ചത്, തുമ്മുമ്പോൾ പറയാൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണല്ലോ, നീ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അത് പാടില്ല. അള്ളാഹുവിന് സ്തുതി, റസൂലിന് അള്ളാഹു രക്ഷ നൽകട്ടെ എന്ന പ്രാർത്ഥന പാടില്ല. മറിച്ച് അള്ളാഹുവിനാണ് സ്തുതി എല്ലാ സമയങ്ങളിലും. ഇങ്ങനെ പറയാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിന് വിരുദ്ധമായ ഒന്ന് പറയാനേ പാടില്ല. ഇമാം ഷാഫിഈ റഹിമഹുള്ള അടക്കമുള്ള അയിമ്മത്തുൽ അർബഅ പോലും അവരുടെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് റസൂലിൽ നിന്നും കിട്ടിയത് ഇങ്ങനെയാണ്, അതിന് വിരുദ്ധമായത് നിങ്ങൾക്ക് കിട്ടിയാൽ എൻ്റെ വാക്ക് നിങ്ങൾ തള്ളിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരും യാത്രയായത്. ഇദാ വജത്തും ഫി കിതാബി ഖിലാഫ സുന്നത്ത റസൂലില്ലാ വദഉ മാ ഖുൽതു. ചില കാര്യങ്ങളിൽ ഹദീസുകൾ കിട്ടാതെ വരുമ്പോൾ അവരുടേതായ ഗവേഷണം കൊണ്ട് അവർ ചില കാര്യങ്ങൾ പറയും. എന്നിട്ട് അവർ അവസാനം പറയും, ഇദാ വജത്തും ഫി കിതാബി ഖിലാഫ സുന്നത്ത റസൂലില്ലാ, റസൂലിൻ്റെ സുന്നത്തിന് വിരുദ്ധമായി എൻ്റെ എഴുത്തിൽ എൻ്റെ കിതാബിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടാൽ വദഉ മാ ഖുൽതു, ഞാൻ പറഞ്ഞ് നിങ്ങൾ പള്ളേ കളയണം, വിട്ടേക്കണം, ഉപേക്ഷിക്കണം. ഒരിക്കലും അത് എടുക്കരുത്. കാരണം എന്നോടും നിങ്ങളോടുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാൻ മാത്രമാണ്, അതല്ലാതെ ഒന്നുമല്ല. ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ ഇഹ്റാം ചെയ്യുമ്പോൾ നിശ്ചയിച്ച് തന്ന 5 സ്ഥലങ്ങളല്ലാതെ വേറൊരു സ്ഥലവും അനുവദനീയമേ അല്ല. ഇമാം മാലിക് റഹിമഹുല്ലയോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് റസൂലിൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തോട്ടെ? അദ്ദേഹം പറഞ്ഞു, പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിന്നും നിസ്കാരം കഴിഞ്ഞ് ദുൽഹുലൈഫയിൽ വന്നാണ്, മസ്ജിദു ഷജറ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് വന്നാണ് ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്ത്. അവിടെ നിന്നേ ഇഹ്റാം ചെയ്യാവൂ. നാമൊക്കെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ചില ആളുകളൊക്കെ നെടുമ്പാശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഇഹ്റാം ചെയ്യാറുണ്ട്. അത് പാടില്ല. റസൂൽ പഠിപ്പിച്ച ഇഹ്റാമിൻ്റെ സ്ഥലങ്ങളിൽ പെട്ടതല്ല നെടുമ്പാശ്ശേരിയും കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരവും.
ആ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നിന്നേ അത് ചെയ്യാവൂ. അപ്പോഴേ അത് ഇസ്ലാമിൻ്റെ കണ്ണാടിയിൽ നന്മയായി പരിഗണിക്കൂ. കുറേ കാട്ടിക്കൂട്ടലുകളും കുറേ കോലങ്ങളുടെയും പേരല്ല ഇസ്ലാം. കുറേ ഭക്ഷണം കൊടുക്കലിൻ്റെയും കുറേ റാലി നടത്തുന്നതിൻ്റെയും കുറേ ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നതിൻ്റെയും പേരല്ല ഇസ്ലാം. ഇസ്ലാമിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു റാലിയോ ഒരു തുള്ളിച്ചാടലോ ഒരു കൂത്താട്ടോ ഒന്നും ഇസ്ലാമിലില്ല. അത് ശാന്തസുന്ദരമായ കൃത്യമായ നിയമങ്ങളുള്ള ദീനാണ് ഇസ്ലാം. ഒമാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വ തസ്ദിയ. പള്ളികളുടെ അടുക്കൽ ചെന്ന് കയ്യൊട്ടിപ്പാട്ടും ബഹളവുമാണ് മുശ്രിക്കിൻ്റെ നിസ്കാരമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതേ മുശ്രിക്കിൻ്റെ ആരാധനയാണ് ഇന്ന് നമ്മുടെ മസ്ജിദുകളിലും നമ്മുടെ മദാരിസിൻ്റെയൊക്കെ മുറ്റങ്ങളിലും റോഡുകളിലുമൊക്കെ ബുദ്ധിശൂന്യരായ ദീനിനെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാത്ത ആളുകളുടെ ഇബാദത്തുകൾ അങ്ങനെയായി മാറി. അതിനെ സപ്പോർട്ട് ചെയ്തും പിന്തുണ കൊടുത്തുകൊണ്ടുമാണ് നേതാക്കന്മാരെന്നും ജേതാക്കളെന്നും വിവരമുള്ളവരെന്നും പേര് പറയുന്ന ആളുകൾ എല്ലാവിധ പിന്തുണയും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരോട് ഏതെല്ലാം നിലയിലുള്ള ഉപദേശങ്ങൾ നാം നൽകിയാലും അവരിൽ ബഹുഭൂരിഭാഗവും അത് അംഗീകരിക്കില്ല. കാരണം ഇബ്ലീസ് അങ്ങനെ ഒരു പ്ലാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അഹ്വ അഥവാ ബിദ്അത്തുകൾ ചെയ്ത് അവരെ നശിപ്പിച്ച് കളയുക. അള്ളാഹു തന്നെ ഖുർആൻ പറഞ്ഞതുപോലെ മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ, ഒരൊറ്റ സമുദായവും നബിയെ തങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകാതെ തങ്ങൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. അയക്കുമ്പോഴെല്ലാം ഇല്ലാ കാല മുത്തറഫുഹ, ആ നദീർ കൽപ്പന കൊടുക്കുന്ന അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്ന ആ പ്രവാചകന്മാരോട് അതാത് ജനതകൾ പറയും ഇന്ന വജദ്ന ആബാഅന അല ഉമ്മത്തിൻ, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ ഒരു മാർഗത്തിൽ കണ്ടു, വ ഇന്ന അല ആതാരിഹിം മുഖ്തദൂൻ, ഞങ്ങൾ ആ വഴിക്കേ പോവും. നിങ്ങൾ ഏതെല്ലാം ഉപദേശങ്ങൾ നൽകിയാലും ഞങ്ങൾ ആ വഴി നിങ്ങളുടെ വഴിയിലേക്ക് തിരിയുകയില്ല. നബി അവരോട് ചോദിച്ചു, അവരോ ജിത്തുക്കും ബി അഹ്ദാ മിമ്മാ വജത്തും അലൈഹി ആബാഅക്കും, ചങ്ങാതിമാരെ നിങ്ങളുടെ വാപ്പാമാർ കൊണ്ടുവന്നതിനേക്കാൾ നല്ലൊരു മാർഗം ഒരു വഴി നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നാലും നിങ്ങൾ ആ പിതാക്കളുടെ തെറ്റായ വഴിയിലൂടെ നിങ്ങൾ പോകൂ. അവരതിന് കൊടുക്കുന്ന മറുപടി ഖാലു ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാനേ പോകുന്നില്ല. നബിമാരോട് പറഞ്ഞതാണ്. ഇത് തന്നെയാണ് സത്യം പ്രബോധനം ചെയ്യുന്ന ആളുകളോട് ബിദ്അത്തിൻ്റെയും ഷിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ഒക്കെ ആളുകളുടെ തിരിച്ചുള്ള വാക്കുകളും ഇത് തന്നെയാണ്. ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാനേ പോകുന്നില്ല. അള്ളാഹു പറഞ്ഞു ഫന്തഖംനാ മിൻഹും ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഇങ്ങനെ പ്രവാചകന്മാരോട് മുന്നറിയിപ്പ് നൽകുന്നവരോട് പറഞ്ഞ ജനതയെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്തതെന്ന് നബിയെ തങ്ങൾ കണ്ടില്ലേ? വ്യത്യസ്തങ്ങളായ നാടുകളിലൂടെ സഞ്ചരിച്ചു നോക്ക്. എൻ്റെ സഹോദരങ്ങളെ, ഇത് തന്നെയാണ്, ഇതിൻ്റെയൊക്കെ പരിണിതിയും ഫലവുമാണ് ഞാനും നിങ്ങളും നമ്മളുമൊക്കെ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതും. നമ്മൾ ഒരുപാട് എണ്ണമുണ്ട്, വണ്ണമുണ്ട്, എല്ലാ നിലയിലും നമുക്ക് സ്രോതസ്സുകളും വഴികളുമുണ്ട്. പക്ഷേ ഒരു വഴിയും ഒരു സ്രോതസ്സും ഒരു എണ്ണവും ഒരു വണ്ണവും ക്ലച്ച് പിടിക്കുന്നില്ല. എല്ലാം അഴഞ്ഞ് താഴേക്ക് പോവുകയാണ്. അത് ദേശീയ തലത്തിൽ നോക്കിയാലും അന്തർദേശീയ തലത്തിൽ നോക്കിയാലും അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാലും. വെറുതെ ഇരിക്കുന്നവൻ്റെ തലയിലേക്ക് കൊണ്ടുവന്നിട്ടാലും ഒരു പ്രശ്നവുമില്ല, ആരും ചോദിക്കാനില്ല. കാരണം ചണ്ടിയും ചവറുമായി മാറി അവരും നമ്മളുമൊക്കെ. കുറെ കോലങ്ങളല്ലാതെ, കുറെ വേഷങ്ങളല്ലാതെ, കുറെ കോപ്രായങ്ങളല്ലാതെ ദീൻ എന്നത്, ഇസ്ലാം എന്നത് അവന്മാരുടെ കയ്യിലുമില്ല, നമ്മുടെ കയ്യിലുമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ മാത്രമാണ് ദീൻ എന്ന നിലയിൽ നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പിശാചിൻ്റെ പ്ലാൻ കൃത്യമായി വിജയിച്ചു, അവൻ വിജയിപ്പിച്ചെടുത്തു.
നിസ്കരിച്ചോട്ടെ, നോമ്പനുഷ്ഠിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. അതൊന്നും സ്വീകരിക്കില്ലെന്ന് അവൻ അറിയാം. കാരണം ബിദ്അത്ത് അവൻ്റെ കയ്യിലുള്ളതിനോട് കൂടെ, അല്ലെങ്കിൽ ശിർക്കുള്ളതിനോട് കൂടെ, പ്രതിഷ്ഠകൾക്കും അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്കുമൊക്കെ സല്യൂട്ടടിച്ചും നമസ്കാരം അർപ്പിച്ചും ഉത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്തും അതിനെ പൊക്കിപ്പറഞ്ഞും ഒക്കെ ഒരു സമുദായവും അതിൻ്റെ ആളുകളും മുന്നോട്ട് പോകുമ്പോൾ തടയാൻ ആരുമില്ലെങ്കിൽ മുകളിൽ നിന്നും താഴെ നിന്നും വിപത്തുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും, ആളുകളിൽ നിന്നടക്കം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്കിത് പറയാം. കഴിയുന്ന കഴിവിൻ പരമാവധി ആളുകളോട് നമുക്ക് ഉത്ബോധനം നൽകാം എന്നല്ലാതെ വേറൊന്നും നമ്മെക്കൊണ്ട് നിർവാഹമില്ല. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നത് ഇസ്ലാമുമായി എന്തെങ്കിലും ഒരു പുലബന്ധം ഉണ്ടോ ഇല്ല എന്ന് അവർ തന്നെ കുറേ സമയം ആലോചിച്ചാൽ അവർക്ക് പറയാൻ കഴിയും. പിന്നെ എന്തിൻ്റെ പേരിലാണ് പല പല വ്യാഖ്യാനങ്ങളാണ് അതിലെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം പറയും കുറച്ച് ആളുകൾ, ചില ആളുകൾ ജനാധിപത്യം പറയും, ചില ആളുകൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ പറയും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളാണ് ഇവർക്കെല്ലാം പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ചവറുകളും ചണ്ടികളും ഒക്കെ വരും. അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ വറയ്ക്കാൻ തുടങ്ങും. ഒരാളും അന്ന് സഹായത്തിനില്ല. ആ സമയത്ത് പിശാച് പറയും, ലമ്മ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. ഒരു വിഭാഗം നരകത്തിലേക്ക് പോട്ടെ, മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്ക്. നോക്കുമ്പോൾ നരകത്തിലേക്ക് പോകുന്നതിൽ വലിയ ഒരു സംഘം സ്വർഗത്തിലേക്കാണ് എന്ന് ധരിച്ചിരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ പിശാച് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. അള്ളാഹു നിങ്ങളോടൊരു കൃത്യവാഗ്ദാനം നൽകിയിരുന്നു. വഅദതുകും ഫഅഖ്ലഫ്തുകും. നിങ്ങളോട് ഞാനും ഒന്ന് വാക്ക് നൽകിയിരുന്നു, വാഗ്ദാനം നൽകിയിരുന്നു. അള്ളാഹു അവൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചു. ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം ഞാൻ ഇതാ ലംഘിക്കുകയാണ്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. അപ്പോൾ ആളുകൾ ചോദിക്കും, അല്ല ചങ്ങാതി, നീയല്ലേ ഞങ്ങളെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിലേക്കൊക്കെ തെളിച്ചത്, ഞങ്ങളെ കൊണ്ടുവന്നത്, ക്ഷണിച്ചത്. പിശാച് അതിന് കൊടുക്കുന്ന മറുപടി, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമുനി വലൂമു അൻഫുസകും. ഞാൻ നിങ്ങളെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ലതാണ്, അത് ദീനിൽ പെട്ടതാണ്, അതിന് പുണ്യം കിട്ടും, ഇതാണ് നല്ലത്. ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, പേര് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, സമ്പത്തുണ്ടാവണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം, പാരമ്പര്യം നിലനിർത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ നിങ്ങളെ നിർബന്ധിക്കാനുള്ള ഒരു കഴിവും എനിക്കുണ്ടായിരുന്നില്ലല്ലോ. എല്ലാം ദഅഉതുക്കും, നിങ്ങളെ ഞാൻ വിളിച്ചു, അതിലേക്ക് അത് ശരിയാ. ഫസ്തജബ്തും ലി, നിങ്ങളപ്പോൾ എൻ്റെ കൂടെ പോന്നു. ഫലാ തലൂമുനി, എന്നെ കുറ്റം പറയണ്ട. വലൂമു അൻഫുസകും, സ്വയം തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത് നരകത്തിലേക്ക് പോയാൽ മതി. മാ അന ബിമുസ്രിഖിക്കും, നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. വമാ അൻതും ബിമുസ്രിഖിയ്യ, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി, നിങ്ങൾ എന്നോട് മുമ്പ് ചെയ്ത ശിർക്ക് ഞാനിതാ നിഷേധിക്കുകയാണ്. അവനോന്റെ കാര്യം എന്ന് പറഞ്ഞ് പിശാച് നാളെ കൈ കഴുകുന്ന രംഗം ഇബ്രാഹിം അധ്യായം 22 അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനും ഉണരാനും ഗുണപാഠം ഉൾക്കൊള്ളാനും പിശാചിൻ്റെ ഈ ചതിപ്രയോഗത്തിൻ്റെ വാക്ക് മാത്രം മതി. അതിനാണ് അള്ളാഹു ഈ അധ്യായത്തിലൂടെ ഇങ്ങനെ വളരെ വ്യക്തമായി നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സൽബുദ്ധി നൽകി നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും നേരായ വഴിയിലേക്ക് തിരിയാൻ, കൃത്യമായ സുന്നത്തിലേക്കും കൃത്യമായ ഖുർആനിലേക്കും തിരിച്ചു വരാൻ, അതിന് വിരുദ്ധമായി ഉപദേശങ്ങൾ നൽകുന്നവരെ തള്ളിക്കളയാൻ, അത് മനുഷ്യ പിശാചാണെങ്കിലും ജിന്ന് പിശാചാണെങ്കിലും തള്ളിക്കളയാൻ അള്ളാഹു നമുക്കും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സ്നേഹവും ബഹുമാനവും പറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും വഖ്ശൗ യൗമ ലാ യജ്സി വാലിദുൻ അൻ വലദി വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹു വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം. ആ ദിവസത്തിൽ ഒരു പിതാവിനും മകന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഒരു മകനും ഒരു പിതാവിനും ഒരു സഹായം ചെയ്തു കൊടുക്കാനും കഴിയില്ല. അള്ളാഹു നൽകുന്ന ഈ കാര്യം കൃത്യമാണ്, സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകിയതനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാവൂ. പല തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹം, ദുനിയാവിനോടുള്ള അത്യാർത്തി നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. വല യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ പിശാചും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു ആത്മവിശ്വാസം കൊള്ളുകയാണ് നമ്മെ സംബന്ധിച്ച്. എൻ്റെ വിശ്വാസികളെ, അള്ളാഹുവിനെ പേടിച്ചും ആ ദിവസത്തെ സൂക്ഷിച്ചുമൊക്കെ ജീവിച്ചില്ലെങ്കിൽ നാം നശിച്ചത് തന്നെ, നഷ്ടപ്പെട്ടവർ തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ലാ യകുൻ അഹദുക്കും ഇമ്മ യഖൂലു അന മഅന്നാസ് ഇൻ അഹ്സനന്നാസു അഹ്സൻതു വഇൻ അസാഉ അസഅതു. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യകുൻ അഹദുക്കും ഇമ്മ, നിങ്ങൾ ആരും കൂടെ കൂടിയാകരുത്, നിങ്ങൾ ആരും ജനത്തോടൊപ്പം ആണ് എന്ന് പറയരുത്. അതെന്താ? യഖൂലു, അവൻ പറയുന്നു, അന മഅന്നാസ്, ഞാൻ ആൾക്കാരുടെ കൂടെയാണ്. ഇൻ അഹ്സനന്നാസു, ആളുകൾ നല്ലത് ചെയ്താൽ അഹ്സൻതു, ഞാനും ചെയ്യും. വൈൻ അസാഉ, അവർ മോശമാണ് ചെയ്യുന്നതെങ്കിൽ അസഅതു, ഞാനും ആ മോശം ചെയ്യും. ഈ ഒരു നിലപാട് പാടില്ല. മറിച്ച് വലാകിൻ വഖ്തിനു അൻഫുസകും ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു വൈൻ അസാഉ അൻ തജ്തനിബു ഇസാഅതഹു. മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടത്, ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ആളുകൾ നല്ലത് ചെയ്താൽ ഞാൻ നല്ലത് ചെയ്യും, ആളുകൾ മോശം ചെയ്താൽ ഞാൻ ആ മോശത്തിൽ നിന്നും സമ്പൂർണമായി മാറി നിൽക്കും. ഈ ഒരു നിലപാടാണ് നമുക്കുണ്ടാകേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുഭൂരിഭാഗം ആളുകളും കുഫ്റാകട്ടെ, ശിർക്കാകട്ടെ, ബിദ്അത്താകട്ടെ, ഖുറാഫാത്താകട്ടെ, ഏത് കാര്യമാണെങ്കിലും അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഇതാണ്. ബഹുഭൂരിഭാഗം ആളുകളും അപ്പറയാ നിൽക്കണത്. നിങ്ങൾ ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമായി എങ്ങനെ മാറി നിൽക്കും? അതുകൊണ്ട് എല്ലാവരും പോകുന്ന വഴിക്ക് അങ്ങ് പോകാം. ഈ നിലപാട് ശരിയല്ല എന്നാണ് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മുവഹിദായിട്ട് ഈ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ഒരേ ഒരാളുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയത് വലിയ ഒരു നേതൃത്വം വഹിക്കാൻ കഴിവുള്ള ഒരു ഉമ്മത്ത്, ഒരു സമുദായമെന്നാണ്. നാം മനസ്സിലാക്കണം, തിന്മയാണെങ്കിൽ തിന്മയിൽ നിന്നും നാം മാറണം. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്നത് തിന്മയാണ്. നമുക്ക് മാത്രം ഒരു നന്മ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ഒരാളെ കണ്ടു, ആ നന്മയോടൊപ്പവും അയാളോടൊപ്പവുമാണ് നാം കൂടേണ്ടത്. അല്ലാതെ ബഹുഭൂരിഭാഗവും ചെയ്യുന്നത് നോക്കി അത് ശരിയാണെങ്കിൽ ശരി, അത് തെറ്റാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന നിലപാടല്ല ഉണ്ടാവേണ്ടത്. നാം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ കൂടക്കൂടികളാകാതെ
ആൾക്കാരുടെ സപ്പോർട്ട് വാങ്ങാതെ അള്ളാഹുവിൻ്റെ സപ്പോർട്ട് വാങ്ങുന്നവരും നമ്മുടെ നഫ്സിനെ നരകത്തിൽ നിന്നും കാക്കുന്നവരും ആയിത്തീരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലുള്ള പരമ വഞ്ചനകളിൽ നിന്നും മനുഷ്യന് തിരിച്ചറിയാൻ പാടില്ലാത്ത ബിദ്അത്തുകളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മെയും കുടുംബങ്ങളെയും എല്ലാ മുസ്ലിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വെള്ളിയാഴ്ച അഥവാ ഇന്ന് സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച 7 മണിക്ക് ഹാരിസ് പുതുപ്പറമ്പിൽ എന്ന സഹോദരൻ്റെ വസതിയിൽ വെച്ച് പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന തലത്തിൽ ഒരു മുജാഹിദ് ഫാമിലി മീറ്റ് നടക്കുന്നു. എല്ലാവരും ഇൻഷാ അല്ലാഹ് വൈകിട്ട് മഗ്രിബിന് ശേഷം ഹാരിസ് പുതുപ്പറമ്പിൻ്റെ വസതിയിൽ എത്തണമെന്ന് അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതും തൗഹീദിനും സുന്നത്തിനും വേണ്ടിയുള്ളതും ബലം നൽകുന്നതുമാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.